ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനും അങ്ങനെ ഉണ്ടാക്കി ടിക്ടോക്കിലും യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ബോംബ് സോഡ. അപ്പോൾ 2 ഫ്ലേവറിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞൊട്ടും സമയം കളയുന്നില്ല, വേഗം വീഡിയോ കണ്ടിട്ട് വരാം. ബോംബ് സോഡ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 2 ഫ്ലേവറിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് നെല്ലിക്കയും മറ്റൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ബീറ്റ്റൂട്ടുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഇഞ്ചി, നാരങ്ങ, 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എരിവിന് ആവശ്യത്തിന് നിങ്ങൾക്ക് ചേർക്കാം. ഇപ്പോൾ ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ്, 6 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുതിന ഇല, കുറച്ച് ഉപ്പ്, പഞ്ചസാര, പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് സോഡയാണ്. ക്ലബ് സോഡ 2 ക്യാനിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഇതിലേക്ക് പുതിന ഇല, ഇനി എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി ഒന്ന് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് പച്ചമുളക്, ഇനി എടുത്തു വച്ചിരിക്കുന്ന നാരങ്ങയുടെ നീര് കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് വെള്ളമൊന്നും ഒഴിക്കാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുകൂടി ഒരു ബൗളിലേക്ക് മാറ്റട്ടെ. ഇനി അരച്ചെടുക്കേണ്ടത് നെല്ലിക്കയാണ്. അത് ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാരയില്ലേ, അതുകൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ബൗളിലേക്ക് മാറ്റട്ടെ. അപ്പം ഞാൻ എല്ലാം അരച്ച് ഓരോ ബൗളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു സ്പൂണിൽ ഇത് കുറച്ചെടുക്കുക. ശേഷം നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ഇതേ രീതിയിൽ നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. ഇതൊരു പ്ലേറ്റിലേക്ക് വെക്കുക. ഇതിലേക്ക് ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ഗ്ലാസ്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് സോഡ ഒഴിച്ചു കൊടുക്കുക. സോഡയൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബോംബിട്ട് കൊടുക്കാം.
എന്ത് ഭംഗിക്ക് അങ്ങ് പോകുന്നല്ലേ. അപ്പോൾ നമ്മുടെ ബോംബ് സോഡ ഇവിടെ അടിപൊളിയായി പൊട്ടിയത് കണ്ടോ. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ലൊരു റെസിപ്പിയുമായിട്ട് വേഗം വരാം. താങ്ക്